ലസ്ക ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഫാത്തിമ തഹ്ലിയ അവിടെ ഇളക്കം ഉണ്ടാക്കുന്നു എന്നൊരു സൂചനയുണ്ട്. ആ ഇളക്കത്തിന് അള്ളുവക്കലാണ് നൂർ ബിനാ റഷീദിന്റെ ആത്യന്തികമായ വാർത്താ സമ്മേളനം ലക്ഷ്യം നോക്കി. എന്റെ സംശയം ഇത് സീറ്റ് കിട്ടാത്തതിന്റെ ഒരു അമർഷം തന്നെയാണ്. ഒരു തർക്കമില്ല സ്കേൻ ഇവിടെ അത് മാത്രമേ നൂർബിനയ്ക്ക് പ്രശ്നം. നൂർബിനയ്ക്ക് അവിടുത്തെ പ്രശ്നം അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അങ്ങനെയാണെങ്കിൽ വനിതാ ലീഗിന്റെ ഒരു കൂട്ടായ്മ അവർക്ക് വരണം. പോട്ടെ എസ് കെ ഇവിടെ അത് മാത്രമല്ല ആ വാർത്താ സമ്മേളനത്തിൽ ഇപ്പൊ ആണധികാരത്തിനെതിരെ എന്നൊക്കെ പറഞ്ഞല്ലോ. വാർത്താ സമ്മേളനത്തിൽ ഈ സമസ്തയോട് അതെ അപ്പൊ ഈ നൂർബിന് പറയുകയാണ് അവിടെ ഫാത്തിമ തഹ്ലിയ മത്സരിക്കുന്നതിൽ സമത് പൂക്കോട്ടൊന്നും പറയാനില്ലേ, സമസ്തയ്ക്കൊന്നും പറയാം. എന്നാൽ സമസ്തയെ പ്രൊവോക്ക് ചെയ്താണ്. ഏത് സമസ്തയെ? ഈ പറഞ്ഞ സ്ത്രീകൾ മത്സരിക്കുന്നത് എതിരുള്ള സമസ്ത അവിടെ ഫാത്തിമ മത്സരിക്കും എന്തെങ്കിലും പറയൂ എന്ന് പ്രൊവോക്ക് ചെയ്യാണ്. അത് മാത്രമല്ല ഈ പറയുന്ന അവിടെ ജയന്തി രാജ മത്സരിക്കുന്നുണ്ട്. അമുസ്ലിങ്ങളെ സ്ഥാനാർത്ഥിയാക്കുന്ന എന്തോ അവിടെ മതേതരത്വം എന്നൊക്കെ പറയാണ്. എസ് കെ ലീഗിനകത്ത് ജയന്തി രാജൻ ഒരു കേവലം അമുസ്ലിം എന്ന മാത്രമല്ല അവരുടെ അഡ്രസ്സ്. അവരുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും ദേശീയ കൗൺസിൽ അംഗവും ലീഗിന്റെ ആദ്യമുള്ള നേതാവാണ്. അതെങ്ങനെയാണ് ജയന്തി രാജൻ സ്ഥാനാർത്ഥിയാക്കിയത് അമുസ്ലിമിനെ സ്ഥാനാർത്ഥിയാക്കി എന്തോ കപട മതേതരത്വം കാണിക്കാൻ പോകുന്ന ലീഗ് എന്നൊക്കെ പറയാണ്. എന്തിനാണ് അങ്ങനെ പറയേണ്ട കാര്യം എന്താണ്? എന്തിനാണ് അങ്ങനെ പറയേണ്ട കാര്യം എന്താണ്? ഇത് നെഗറ്റീവ് വാർത്തകളെതിരെ സാദിഖ് അലി തങ്ങൾ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കാരണം അച്ചടക്ക നടപടി സ്വീകരിച്ചു. അതല്ല കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ കൂടി ഇപ്പോൾ വരുമ്പോൾ ഗോപികൃഷ്ണൻ ഈ നൂർബിനയ്ക്ക് ഈ MLA ആകുക എന്നുള്ള ലക്ഷ്യം മാത്രമാണോ ഇതിന്റെ പിന്നിൽ? അവരുടെ അമർഷാദാണോ? അല്ല, എസ് കെ ഈ അഡ്വക്കേറ്റ് നൂർബിന റഷീദിന്റെ പ്രതിഷേധ രാജിയെയും ഇപ്പോൾ ലീഗിന്റെ വനിതാ സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയക്കെതിരെ ഉണ്ടാകുന്ന ലൈംഗിക അധിക്ഷേപ ആക്രമണമുണ്ടല്ലോ, അതിനെ രണ്ടിനെയും രണ്ടായി കാണണമെന്നാണ് എന്റെ അഭിപ്രായം. അത് പറയാൻ കാരണം അത് ഫാത്തിമ തഹ്ലിയയ്ക്ക് മാത്രമല്ല, വനിതാ സ്ഥാനാർത്ഥികൾ ഒന്നടങ്കം നേരിടുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നേരിടുന്ന ഒരു പൊതു പ്രശ്നം എന്ന നിലയിൽ കേരള സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ് എന്നതാണ് ആ വിഷയത്തിൽ എന്റെ അഭിപ്രായം. ഇനി എന്താണ് അഡ്വക്കേറ്റ് നൂർബിന റഷീദ് ഉന്നയിച്ച ആരോപണം, അല്ലെങ്കിൽ അവരുടെ പ്രശ്നം, അവർ നേരിട്ട പ്രതിസന്ധി എന്താണ്? ലീഗില് ഈ വനിതകളെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. കാരണം മുസ്ലിം ലീഗിനകത്ത് വനിതകൾക്ക് മുന്നോട്ട് വരാൻ, പൊതുരംഗത്ത് സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് മുന്നോട്ട് വരാനുള്ള പ്രതിസന്ധികളുണ്ട് എന്നത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം ലീഗ് ആദ്യമായിട്ട് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് 1996-ലാണ്. അന്ന് ഖമറുന്നീസ അൻവർ ആയിരുന്നു. കോഴിക്കോട് 2 എന്ന മണ്ഡലത്തിൽ, അതായത് ഇപ്പോഴത്തെ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലാണ് ഖമറുന്നീസ അൻവർ അന്ന് മത്സരരംഗത്തുണ്ട്. അതിനുശേഷം പിന്നീട് 1/4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട്, അതായത് 25 വർഷം കഴിഞ്ഞിട്ടാണ് 2021-ൽ അതേ മണ്ഡലത്തിൽ, കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ നൂർബിന റഷീദിനെ ലീഗ് സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നത്. അതായത് ആ 25 വർഷക്കാലം ഒരു വനിതാ സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടില്ല എന്ന ചരിത്ര വസ്തുതയെ മറന്നുകൊണ്ടാകരുത് നൂർബിന റഷീദ് സീറ്റിന് വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ തീരുമാനം എടുത്തത് എന്ന് നമ്മൾ പ്രസ്താവിക്കാൻ എന്ന അഭിപ്രായമാണ് എനിക്ക്. ഇനി നൂർബിന റഷീദിനെ മത്സരിപ്പിക്കുമ്പോൾ അത് സിറ്റിംഗ് സീറ്റായിരുന്നു മുസ്ലിം ലീഗിന്റെ. അവിടെ MK മുന്നണി 2016-ലും 2011-ലും 2016-ലും ലീഗ് മത്സരിച്ച് ജയിച്ച മണ്ഡലമായിരുന്നു കോഴിക്കോട് സൗത്ത്. ആ മണ്ഡലം സിറ്റിംഗ് ലീഗ് MLA ഉള്ള മണ്ഡലമാണ് അവിടെ നൂർബിനയ്ക്ക് കൊടുത്തത്. ഇനി നൂർബിന വളരെ പ്രധാനപ്പെട്ട പല തസ്തികകളും വഹിച്ചിട്ടുണ്ട്, പല പദവികളും വഹിച്ചിട്ടുണ്ട്. പക്ഷെ നൂർബിന ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രശ്നം അതല്ല. എന്തുകൊണ്ടാണ് ഫാത്തിമ തഹ്ലിയെ സ്ഥാനാർത്ഥിയാക്കാൻ ലീഗ് നേതൃത്വം തീരുമാനമെടുത്തത്? അവർ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു, ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ചോദിച്ചു ഫാത്തിമ തഹ്ലിയ സ്ഥാനാർത്ഥിയാകുമോ? അദ്ദേഹം പറഞ്ഞത് ആകില്ല. ഈ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ ലീഗ് നിശ്ചയിക്കുമ്പോൾ എന്താണ് വനിതാ ലീഗിന്റെ ദേശീയ സെക്രട്ടറിയുമായി ഒരു കൂടിയാലോചന നടത്തുന്ന ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടാത്തത്? എന്തുകൊണ്ടാണ് പാണക്കാട് തങ്ങളും ലീഗിന്റെ സമുന്നത നേതാക്കളും ഇരുന്ന് കൂടിയാലോചന നടത്തുന്ന സ്ഥലത്ത് വനിതാ ലീഗിന്റെ ഒരു പ്രാതിനിധ്യം അവിടെ ഉറപ്പുവരുത്താൻ ഇക്കാലം അത്രയും ജോലിയെടുത്ത ഞങ്ങൾക്ക് കഴിയാതിരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. അവർ പറഞ്ഞു 35 വർഷക്കാലം ഈ പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരി വിറക് വെട്ടിയിട്ട് ഏറ്റവും അവസാനം കപ്പടിക്കാൻ പുറത്തുനിന്ന് ഒരാൾ വരുന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് നൂർബിന റഷീദ് അവരുടെ രാജിപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കേവലമായി സീറ്റ് താല്പര്യം മാത്രം മുൻനിർത്തി നൂർബിന റഷീദ് എടുത്ത തീരുമാനമാണെന്ന് ഞാൻ കരുതുന്നില്ല. ലീഗ് നേതൃത്വം ആലോചിക്കേണ്ടതും ഇത്തരത്തിലുള്ള കൂടിയാലോചനകളിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്തേണ്ട കാര്യവുമുണ്ട്. മാത്രമല്ല, സ്ത്രീകളിൽ ഈ വനിതാ മുസ്ലിം സ്ത്രീകൾക്ക് കേരളത്തിന്റെ പൊതുരംഗത്ത് വരാനോ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനോ ഒരു തടസ്സവുമില്ല എസ്കേൻ. കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ 1ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ മുസ്ലിം വനിതയായിരുന്നു. KO ആയിഷാബായ്. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായിരുന്നു. കായംകുളത്താണ് അവർ ജയിച്ച് ഡെപ്യൂട്ടി സ്പീക്കർ ആയത്. അതേപോലെ നഫീസത്ത് ബി ആലപ്പുഴയിൽ നിന്ന് TV തോമസിനെ തോൽപ്പിച്ച് പൊതുരംഗത്ത് വന്നതും അവിടെ ഡെപ്യൂട്ടി സ്പീക്കറും പിന്നീട് സ്പീക്കറുമായ വനിതയാണ്. അങ്ങനെ ധാരാളം ആളുകളെ നമുക്ക് എണ്ണി പറയാനുണ്ട്. അപ്പോൾ ലീഗിനകത്ത് വനിതകൾക്ക് മുന്നോട്ട് വരാൻ തടസ്സമുണ്ട്. ആ തടസ്സം ഒരു ആണധികാരമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ലീഗിനകത്ത് അങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയെ ഒരു രാഷ്ട്രീയ പ്രശ്നമായി അവതരിപ്പിക്കുകയാണ് അഡ്വക്കേറ്റ് നൂർബിന റഷീദ്. ആ കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ കോച്ചടൻ തന്നെ പറഞ്ഞു, അവർ കുഞ്ഞാലിക്കുട്ടി വിളിച്ചു ചോദിക്കുന്നു മറ്റേ ഫാത്തിമയെ സ്ഥാനാർത്ഥിയാക്കോ? ഇല്ല എന്ന് പറയുന്നു.
അപ്പോൾ ആരോ ഒരു ചിത്രം അയച്ചു കൊടുക്കുന്നു, ഫാത്തിമ അവിടെ പാണക്കാട് വന്ന് ചിത്രം അയച്ചു കൊടുക്കുന്നു, അപ്പോൾ എന്തോ നീക്കം നടത്തുമെന്ന് പറയുന്നു. അപ്പോഴൊക്കെ അവരുടെ പ്രശ്നം എന്താണ്? അവരുടെ പ്രശ്നം ഫാത്തിമയെ സ്ഥാനാർത്ഥിയാക്കുന്നതില്ല, അല്ലാതെ സ്ത്രീകൾക്ക് സ്ഥാനം കൊടുക്കാത്തതല്ല. അതെന്നാ ഉന്നയിച്ചത്? അതെന്നാ ഉന്നയിച്ചത്? അതെന്നാ ഉന്നയിച്ചത്? 2021 ഇപ്പോഴാണ് പറയുന്നത്. 2021 ഉണ്ടായ പ്രശ്നം ഇപ്പോഴാണ് പറയേണ്ട കാര്യം. 26-ലാണ് പ്രശ്നം. 26-ലാണ് പ്രശ്നം. ദേശീയ സെക്രട്ടറിയുമായി നൂർബിനയുടെ പ്രശ്നം എന്തോ? നൂർബിനയുടെ പ്രശ്നം ഫാത്തിമ തഹ്ലിയ മാത്രമേ ഉള്ളൂ. അല്ല ഹാഷ്മി, ഈ അങ്ങനെ ഒരു വിഷയം ഉന്നയിക്കാനും ഹരിത നേതാക്കൾക്ക് അത്തരം വിഷയം ഉന്നയിക്കാനും ആ വിഷയം ചർച്ച ചെയ്യപ്പെടാനും അത് അന്വേഷിക്കാനും ഒക്കെ ഒരു സ്വാതന്ത്ര്യം മുസ്ലിം ലീഗിനുണ്ട് എന്ന നിലയിൽ കൂടി നമ്മൾ കാണേണ്ടേ. പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ കാര്യം ഒരു പാർട്ടി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ അതിന്റെ പോഷക സംഘടനകളുമായിട്ടൊക്കെ ചർച്ച ചെയ്യാറുണ്ടോ? ജനാധിപത്യ മഹിളാ അസോസിയേഷനുമായി ജനാധിപത്യ മഹിളാ അസോസിയേഷനുമായി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് മഹിളാ കോൺഗ്രസിന്റെ നേതാക്കളുമായി ഇത്തവണ മഹിളാ കോൺഗ്രസിന് വലിയൊരു പരാതി ഉണ്ടായിരുന്നു. മഹിളാ കോൺഗ്രസിന് വലിയൊരു പരാതി ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന പല ഘടകങ്ങൾ പരിഗണിച്ചാണ്. അതിലേതായാലും ഇപ്പൊ വനിതയ്ക്ക് കൊടുത്തില്ലെങ്കിൽ അത് ശരിയാണ് ആരോപണം. മുസ്ലിം ലീഗ് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ പോലും നിർത്തിയില്ല. മുസ്ലിം ലീഗിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട നേതാവാണ്, യുവ നേതാവാണ്. അവരുടെ വനിതാ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്ന വിമർശനം പ്രകടന പത്രിക പുറത്തിറക്കിയപ്പോൾ വനിതാ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്ന ആരോപണം നിങ്ങൾ ഉന്നയിക്കരുത്. എന്തുകൊണ്ടാണ് ഉന്നയിക്കുന്നത്? ആ വിഷയം ഉന്നയിക്കുന്നത് ഇതിൽ കൂടുതൽ സ്ത്രീ ശാക്തീകരണത്തിനായി കൂടുതൽ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ പാർലമെന്റ് ഒരേ ഒരു കാര്യം, 1996 ഒരു സ്ഥാനാർത്ഥിയെ കൊടുത്ത ശേഷം പിന്നെ 2021 ഒരു സ്ഥാനാർത്ഥി, 25 കൊല്ലക്കാലത്തിന് ശേഷമാണ് മുസ്ലിം ലീഗ് സംഘടനയിൽ നിന്ന് ഒരു വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാകുന്നത്. കൊടുക്കാത്തതാണ് പ്രശ്നം. അല്ല, നൂർബിനയുടെ പ്രശ്നം ഫാത്തിമയുടെ പ്രശ്നം അല്ല. ദേശീയ മുസ്ലിം ലീഗ് കമ്മിറ്റി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഒരു വനിതാ ലീഗിൽ നിന്ന് ഒരു അംഗം പോലും ഉണ്ടായില്ല എന്ന് അവർ ഉന്നയിക്കുന്ന ആക്ഷേപം എങ്ങനെയാ ലളിതമായി പോകുന്നത്? ഫാത്തിമ തഹ്ലിയ സ്ഥാനാർത്ഥിയാക്കിയതില്ല പ്രശ്നം. അപ്പൊ അവർ പറയുന്നു വേറെ ആരും ഉണ്ടായിരുന്നല്ലോ, എന്താ ബഹബാനോ ആരോ ഉണ്ടായിരുന്നല്ലോ. ഫാത്തിമത്തെ സ്ഥാനാർത്ഥി മാത്രമേ പ്രശ്നമുള്ളൂ. അതിൽ ഫാത്തിമ സ്ഥാനാർത്ഥി മാത്രമേ പ്രശ്നമുള്ളൂ. ശരി, അതിപ്പോൾ കുഞ്ഞികൃഷ്ണന് മധുസൂദനെ സ്ഥാനാർത്ഥിയാക്കിയത് മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്ന പോലെയാണ്. ഇതൊക്കെ അവരുടെ ഉള്ളിൽ പല ആളുകൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് അവർ പറയുന്നു. ഇവിടെ ഫാത്തിമ തഹ്ലിയാണ്. പക്ഷേ എനിക്കിതിൽ നിങ്ങളുടെ ചർച്ചയിൽ ഏറ്റവും കൗതുകകരമായി തോന്നിയത് സ്ത്രീകൾക്ക് പുറത്ത് വന്ന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം മുസ്ലിം ലീഗിന് ഈ സോക്കോൾഡ് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടെന്നാണോ നിങ്ങളൊക്കെ കരുതുന്നത്? അവരുടെ ഐഡിയോളജി തന്നെ എന്താണ്? അതാണ് ഇപ്പോൾ ഗോപി പറഞ്ഞ ഇത്ര വർഷത്തെ ഗ്യാപ്പ് എങ്ങനെയാണ് അവിടെ ഉണ്ടാകുന്നത്? ആ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്, സ്ത്രീകൾ എന്ന് പറയുന്നത് ഇതിനുള്ളിൽ മാത്രം ഇപ്പോഴും പലയിടങ്ങളിലും ഇവരുടെയൊക്കെ പല യോഗങ്ങളിലും മറ്റേ കർത്തൻ കെട്ടി പുരുഷനെ സ്ത്രീയും അപ്പുറത്തിപ്പുറത്തിരുത്തുന്ന സംഘടനയാണ്. എന്നിട്ടാണ് സ്ത്രീകളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ചും സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ മുസ്ലിം ലീഗ് പറയുന്നത്. നല്ല തമാശയാണ് അത് കേൾക്കാൻ ഈ കാലത്തും. അത്തരമൊരു അവസ്ഥയിൽ നിന്നാണ് ഇത്തരം ചില യുവ നേതാക്കളെ മുസ്ലിം ലീഗ് കൊണ്ടുവരുന്നതെന്ന് നമ്മൾ കാണാതിരുന്നുകൂടാ. ഫാത്തിമ തഹ്ലിയ അവിടെ ഇളക്കം ഉണ്ടാക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അല്ല ഒരു മിനിറ്റ് അല്ല ഗോപിച്ചൻ രണ്ട് വിഷയം പറഞ്ഞു. ഞാൻ പറയാൻ കാരണം എന്താ അറിയോ? ഫാത്തിമ തഹ്ലിയ അതിഭീകരമായ അധിക്ഷേപം അവിടെ നേരിടുന്നുണ്ട്. അതിഭീകരമായ വർഗീയ പ്രചരണം തോപ്പിക്കാൻ നടക്കുന്ന ആരോപണം ലീഗിനും കോൺഗ്രസിനും ഉണ്ട്. ആ സമയത്ത് ഉന്തിന്റെ ഒരു തള്ള് എന്ന് പറയുന്ന പോലെയാണ്. ഞാൻ പറയാൻ കാരണം എന്താ? അല്ല ഞാൻ പറയാൻ കാരണം എന്താണ്? അങ്ങനെ ആ മണ്ഡലത്തിൽ ഫാത്തിമ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ഉന്തിന്റെ കൂടെ ഒരു തള്ള എന്ന മട്ടിൽ നൂർബിന എന്ന് പറയുകയാണ്, സമസ്തക്കാരെ ദോ മത്സരിക്കുന്നു നിങ്ങൾക്കൊന്ന് പറയാനും ചോദിക്കുകയാണ്. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അതല്ല ഫാത്തിമ മാത്രം പ്രശ്നം പറഞ്ഞില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.